മോഹൻ വർഗീസ്, യഥാർത്ഥത്തിൽ ട്രംപ് ഈ യുദ്ധം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഹമാസിൻ്റെ നിരായുധീകരണം പോലുള്ള നിർദ്ദേശങ്ങൾ വയ്ക്കുക, അതുപോലെ സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രത്തെക്കുറിച്ചുള്ള ഉറപ്പുള്ള വ്യവസ്ഥകളൊന്നും ഈ നിർദ്ദേശങ്ങളിൽ ഇല്ലാതിരിക്കുക, ഇത് എത്രമാത്രം യാഥാർത്ഥ്യമാണ്? ഇത് തന്നെയാണ് യഥാർത്ഥ പ്രശ്നവും. സ്വതന്ത്ര പരമാധികാര പലസ്തീൻ എന്ന ആശയം പരമാവധി വൈകിപ്പിക്കുകയും നീട്ടിവെക്കുകയും എന്നാൽ താൽക്കാലിക പരിഹാരം ഉണ്ടാകുകയും അതിന്റെ ക്രെഡിറ്റ് തനിക്കെടുക്കുകയും ചെയ്യാമെന്ന ട്രംപിന്റെ ഒരു വീക്ഷണം. അതിന്റെ ഒരു ആവിഷ്കാരമാണ് കഴിഞ്ഞ ദിവസം കണ്ടത്. ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ വൈറ്റ് ഹൗസ് ഓവൽ ഹൗസിൽ വെച്ച് നടന്ന സമ്മേളനത്തിൽ, മീറ്റിംഗിൽ വെച്ച് നടന്ന ട്രാൻസ്ഫർ ചെയ്ത കാര്യങ്ങൾ 21 ഇന സമാധാന പദ്ധതി അമേരിക്ക മുന്നോട്ട് വെക്കുന്നതാണ്. കുറച്ചൊക്കെ ഗൃഹപാഠം അമേരിക്ക ചെയ്തു എന്ന് തന്നെ കരുതാം. സ്റ്റീവ് വിറ്റ്കോഫ്, അമേരിക്കൻ പ്രസിഡന്റിന്റെ പശ്ചിമേഷ്യ ദൂതനായ സ്റ്റീവ് വിറ്റ്കോഫിനെ മിക്കവാറും എല്ലാ അറബ് രാജ്യങ്ങളിലേക്കും അയച്ച് അവരുടെ മനസ്സ് അറിഞ്ഞതിനു ശേഷം അറബ് രാജ്യങ്ങൾക്കും കൂടി സ്വീകാര്യമാകുന്ന ഒരു ഫോർമുല കൊണ്ടുവരിക. ഇവിടെ ഇതിനെ ഒരു സങ്കുചിതമായ അർത്ഥത്തിൽ നമുക്ക് വേണമെങ്കിൽ കാണാം. ഹമാസ് എന്നും ഇസ്രായേൽ എന്നുമുള്ള രണ്ട് സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ താല്പര്യങ്ങൾ എന്ന അർത്ഥത്തിൽ കാണാം. കുറച്ചുകൂടി വിശാലമായ അർത്ഥത്തിൽ പശ്ചിമേഷ്യയുടെ ആകമാന സന്തുലിതാവസ്ഥ, സമാധാനം എന്ന അർത്ഥത്തിലും കാണാം. ആദ്യ അർത്ഥത്തിൽ കണ്ടാൽ ഹമാസിന് ഈ ഡീല് കൊണ്ട് എന്താണ് ലഭിക്കുക? കാര്യമായി ഒന്നും തന്നെ ലഭിക്കുന്നില്ല. ഹമാസിനെ പൂർണ്ണമായി നിരായുധീകരിക്കുക, ഇത് ഇസ്രായേലിന്റെ ആവശ്യമാണ്. അത് അമേരിക്ക കൂടി എൻഡോഴ്സ് ചെയ്യുന്ന കാര്യമാണ്. അത് അറബ് രാജ്യങ്ങളെ കൊണ്ട് അത് ചെയ്യിച്ചെടുക്കുക എന്ന ഒരു അതിബുദ്ധിയും അമേരിക്ക കാട്ടുന്നു. അതുകൊണ്ട് ഹമാസിന് കാര്യമായി ഒന്നും തന്നെ ഇല്ലാതെ മാത്രമല്ല, ഹമാസിന്റെ നേതാക്കൾക്ക് ഒരുപക്ഷെ ഗസ വിട്ടുപോകാനും ഏതെങ്കിലും ഒരു അറബ് രാജ്യം ആതിഥ്യമരളാൻ തയ്യാറാണെങ്കിൽ അവരെ അക്കോമഡേറ്റ് ചെയ്യാനുമുള്ള അന്തരീക്ഷം ഒരുക്കുക എന്നൊക്കെ പറയുമ്പോൾ ഭാവി ഭരണകൂടത്തിൽ, ഭാവി ഡിസ്പെൻസേഷനിൽ ഹമാസിന് യാതൊരു പ്രാതിനിധ്യവും ഇല്ലാത്ത വരികയാണ്. അത് ഇസ്രയേലിന് അനുകൂലമായി വരാം. കാരണം ഇസ്രയേൽ ആഗ്രഹിക്കുന്നത് ഹമാസ് വിമുക്ത ഗാസയാണ്. അതുകൊണ്ട് ഹമാസിന് കാര്യമായ ഒന്നും തന്നെ ഈ ഡീലിൽ നിന്നും ഉണ്ടാകേണ്ടതില്ല. അതുകൊണ്ട് നേരത്തെ ശ്രീ ജാലുവ സൂചിപ്പിച്ചതുപോലെ ഹമാസ് ഇതിനോട് എത്രത്തോളം പ്രോ ആക്റ്റീവായി പ്രതികരിക്കും എന്നത് കണ്ടറിയേണ്ടതാണ്. രണ്ടാമത്തെ കാര്യം, ഇസ്രായേൽ എന്ന സ്റ്റേക്ക് ഹോൾഡർ, അവർക്ക് വേണ്ടത് സുരക്ഷയാണ്. അവർക്ക് രണ്ട് കാര്യങ്ങളാണ് വേണ്ടത്. ഹമാസിനെ ഫിനിഷ് ചെയ്യുക, അതിനൊരു പക്ഷേ ഈ ഒരു ഡീല് വഴിമരുന്നിടുമെങ്കിൽ താൽക്കാലിക പിന്മാറ്റം തരക്കേടില്ലാത്ത ഒരു ഓപ്ഷനായി അവർക്ക് കാണാം. ഗാസയിൽ നിന്നും ഇസ്രായേൽ സൈന്യങ്ങൾ പിന്മാറുക, അത് മാത്രമല്ല ഗാസയെ വീണ്ടും ആക്രമിക്കാതിരിക്കുക, വീണ്ടും പിടിച്ചെടുക്കാതിരിക്കുക, ഇതൊക്കെ. അതേസമയം ഇസ്രായേലിന് വലിയ ഒരു ആശ്വാസം കൂടിയുണ്ട്. വിശാല പലസ്തീനിയൻ കോസ് ഇതിനകത്തില്ല. ഇതിനെ ബൈഫർക്കേറ്റ് ചെയ്തെടുക്കുകയാണ്. വിശാല പലസ്തീനിയൻ കോസ്, പലസ്തീനിയൻ സ്വയംഭരണം, സ്വതന്ത്ര പരമാധികാര രാജ്യമായി പലസ്തീനെ അംഗീകരിക്കുക എന്നതിലേക്ക് എത്തി നിൽക്കാൻ ഉള്ള ചവിട്ടുപടിയായി ഈ ഡീലിനെ കാണുന്നതേയില്ല. അത് മാത്രമല്ല, വെസ്റ്റ് ബാങ്കിനെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടുന്നില്ല. രണ്ട് പ്രദേശങ്ങളാണല്ലോ ഈ പറയുന്ന പലസ്തീൻ, വെസ്റ്റ് ബാങ്ക് ആൻഡ് ഗാസ ആൻഡ് ഓൾസോ ജെറുസലേം. ജെറുസലേമിനെ കുറിച്ച് പരാമർശമില്ല, വെസ്റ്റ് ബാങ്കിനെ കുറിച്ച് പരാമർശമില്ല. ഈ യുദ്ധത്തിന്റെ മറവിൽ കഴിഞ്ഞ 2 വർഷമായി കൂടുതൽ അധിനിവേശം ഇസ്രായേലി സേനകൾ വെസ്റ്റ് ബാങ്കിന്റെ പ്രദേശങ്ങളിലേക്ക് നടത്തി. അതുകൊണ്ട് പലസ്തീനിയൻ അതോറിറ്റി, മഹമ്മൂദ് അബ്ബാസ് നയിക്കുന്ന പലസ്തീനിയൻ അതോറിറ്റിയുടെ വാക്കുകൾ ഒന്നും തന്നെ കേൾക്കുന്നില്ല. അതുകൊണ്ട് ഇസ്രായേലിന് വലിയ സമാധാനമുണ്ട്. യഥാർത്ഥത്തിൽ പലസ്തീനിയൻ കോസിന് വേണ്ടി ഇനി അറബ് രാജ്യങ്ങൾ ഉടനടി സമ്മർദ്ദം ചെലുത്തില്ല. ഇമ്മീഡിയറ്റ് കോസ് അങ്ങോട്ട് അനുവദിച്ചു കൊടുക്കുക, വെടിനിർത്തൽ സാധ്യമാവുക, തങ്ങളുടെ ബന്ദികളെ, ഇപ്പോൾ തങ്ങളുടെ തടവിൽ, ഹമാസിന് തടവിലുള്ള 20 ബന്ദികൾ ജീവനോടെ ഉണ്ടെങ്കിൽ അവരെ കൈമാറുന്നതിലൂടെ രാജ്യത്തിനുള്ളിൽ നെതന്യാഹുവിന് ലഭിക്കുന്ന ഒരു സ്വീകാര്യത, അതായിരിക്കും ഇസ്രായേലിന്റെ ആദ്യ ലക്ഷ്യം. അതേപോലെ തന്നെ ഇസ്രായേലിൽ ചില വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും. ഏതാണ്ട് 250ഓളം ബന്ദികൾ, ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട 250ഓളം ബന്ദികളെ വിട്ടുകൊടുക്കേണ്ടി വരും പലസ്തീനിയൻകാരെ. അതുപോലെ 1700ഓളം സാധാരണ തടവുകാരെ വിട്ടുകൊടുത്തുകൊണ്ട് ഹമാസിനും ഒരു പരിധിവരെ മുഖം രക്ഷിക്കാം. തങ്ങളുടെ സഹോദരന്മാരെ തിരിച്ചു കൊണ്ടുപോകാൻ കഴിഞ്ഞു. അതുപോലെ ഗാസയിലെ ആളുകൾക്കും ആശ്വസിക്കാം, ഗാസ വിട്ടുപോകേണ്ടി വരില്ലല്ലോ. ഗാസയെ റിവീറാക്കുക എന്ന ട്രംപിന്റെ പദ്ധതി ഷെൽഫ് ചെയ്തിരിക്കുന്നു. ഗാസൻസ് എല്ലാം ഒഴിഞ്ഞു പോകണം, മറ്റു രാജ്യങ്ങളിലേക്ക് പോകണം എന്ന പഴയ ജൽപ്പനങ്ങൾ മാറിയിരിക്കുന്നു. ഇപ്പോഴിതാ ഗാസ നിവാസികൾക്ക് അവിടെ തന്നെ വസിക്കാം. അത് മാത്രമല്ല, ഐക്യരാഷ്ട്ര സംഘടനയുടെയും അതുപോലെ റെഡ് ക്രസന്റിന്റെയും സന്നദ്ധ സംഘടനാ പ്രവർത്തകർക്ക് അവിടെ ദുരിതാശ്വാസ കാര്യങ്ങൾ വിതരണം ചെയ്യാനുള്ള അന്തരീക്ഷം ഉണ്ടാവുകയാണ്. ജനജീവിതം കുറെയൊക്കെ മെച്ചപ്പെട്ടു. അതുകൊണ്ട് പ്രഥമ ദൃഷ്ടിയ ഇലയ്ക്കും മുള്ളിനും പരിക്കില്ലാതെ പോകുന്ന ഒരു ഫോർമുലയായി തോന്നാമെങ്കിലും ഇതിന്റെ വിശാലമായ അർത്ഥത്തിൽ ട്രംപ് അറബി രാജ്യങ്ങളെ മുൾമുനയിൽ നിർത്തിയിരിക്കുകയാണ്. ഇപ്പോൾ 10 അറബി രാജ്യങ്ങളുടെ കോട്ടിലാണ്. യൂറോപ്യൻ രാജ്യങ്ങളും അറബ് രാജ്യങ്ങളും പലസ്തീനിയൻ കോസിന് വേണ്ടി ഏറെ ശബ്ദമുയർത്തിയ ആഴ്ചകളാണ് കടന്നുപോയത്.
ഐക്യരാഷ്ട്ര സംഘടനയുടെ ജനറൽ അസംബ്ലി അതിനൊരു വലിയ വേദിയായിരുന്നു. ഏതാണ്ട് 147 രാജ്യങ്ങളുടെ പിന്തുണയാണ് പലസ്തീനിയൻ കോസിന് സമ്മേളനം തുടങ്ങുമ്പോൾ ഉണ്ടാകുന്നത്. സമ്മേളനം അവസാനിപ്പിക്കുമ്പോൾ കണക്കെടുക്കുമ്പോൾ 193 അംഗ യുണൈറ്റഡ് നേഷൻസിൽ ഏതാണ്ട് 157-158 രാജ്യങ്ങൾ പലസ്തീനിയൻ കോസിനോടൊപ്പം നിൽക്കുകയാണ്. ലോക വ്യവസ്ഥയിൽ അമേരിക്കയും ഇസ്രായേലും ഒറ്റപ്പെട്ടു എന്നൊരു ചിന്തയുണ്ട്. അങ്ങനെയെങ്കിൽ ഈ പലസ്തീനിയൻ കോസ് എങ്ങനെയും മാറ്റിക്കൊണ്ടുപോകണം. അവിടെ വിട്ടുവീഴ്ച അനിവാര്യമാണ്. അവിടെയാണ് ഈ അമേരിക്കൻ ബുദ്ധി ഉണർന്ന് പ്രവർത്തിച്ചതും ട്രംപിന്റെ ബുദ്ധി ഉണർന്ന് പ്രവർത്തിച്ചതും. ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞാൽ കേൾക്കുന്ന ഒരു ചങ്ങാതി എന്ന ഇമേജ് ഒരിക്കൽ കൂടി നേടിയെടുത്തുകൊണ്ട് ഇതാ ഞാൻ പറഞ്ഞതനുസരിച്ച് നെതന്യാഹു അംഗീകരിച്ചിരിക്കുന്നു. സംയുക്ത പ്രഖ്യാപനത്തിൽ ഇങ്ങനെ ഇസ്രായേൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണ്. ഇനിയിപ്പോ ഹമാസിന്റെ വാക്കുകൾക്ക് ഞങ്ങൾ കാതോർക്കുന്നു. അവരെ കൊണ്ട് അംഗീകരിപ്പിക്കേണ്ട ചുമതല അറബ് രാജ്യങ്ങൾക്ക് നൽകിയിരിക്കുന്നു. യൂറോപ്യന്മാരെ നോക്കിയും പറയുന്നു, നിങ്ങളാണല്ലോ പറയുന്നത് ഇവിടെ സമാധാനം ഉണ്ടാക്കണം. ശരി, ഞങ്ങൾ നിൽക്കുന്നു, ഞങ്ങൾ ഇതിന്റെ വഴി ഒരുക്കുന്നു, നിങ്ങളുടെ പാടായി. അതുകൊണ്ട് അർത്ഥത്തിൽ എത്തി നിർത്തിയിരിക്കുകയാണ് സമാധാന പ്രഖ്യാപനങ്ങൾ. ഇത് പുതുമയല്ലെന്ന് ഓർക്കണം. ഇതേ നിർദ്ദേശങ്ങൾ മുൻകാലങ്ങളിൽ വന്നു. അത് ഇരു കൂട്ടർക്കും സ്വീകാര്യമല്ലാത്തത് കൊണ്ട് തള്ളിക്കുന്ന നിർദ്ദേശങ്ങളാണ് എന്നുകൂടി ഓർക്കണം. അതുകൊണ്ട് കാര്യമായ പുതുമകളും അവകാശപ്പെടാനില്ലാത്തതും. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ആദ്യ ആവശ്യം വെടിനിർത്തൽ തന്നെയാണ്. അതെങ്കിലും ഒരു സ്റ്റെപ്പെങ്കിലും, 1 സ്റ്റെപ്പ് അറ്റ് എ ടൈം വെടിനിർത്തൽ കൊണ്ടുവരികയും 72 മണിക്കൂറിനുള്ളിൽ ബന്ദികളെ പൂർണ്ണമായും മോചിപ്പിക്കുകയും എന്നിട്ട് 6-2 മാസത്തേക്കെങ്കിലും 60 ദിവസത്തെ വെടിനിർത്തൽ സാധ്യമാവുകയും അവിടെ ഫർദർ ചർച്ചകൾ നടക്കുകയും ഉള്ള സാഹചര്യം ഒരുക്കി എന്നതിന് ഉപരിയായ കാര്യമായ ഒന്നും തന്നെ ഇവിടെ സംഭവിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം.